ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഒരു മലബാർ സ്റ്റൈൽ ഫിഷ് കറി ഉണ്ടാക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തത് നെത്തോലി മീനാണ്. ഇതിന് ചിലയിടങ്ങളിൽ നെത്തല്, നെത്തോലി എന്നൊക്കെ പറയും. മലബാർ സൈഡിൽ തന്നെ ചിലയിടങ്ങളിലാണ് ഈ ഫിഷ് കറി ഉണ്ടാക്കാറ്. വളരെ സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫിഷ് കറി ഉണ്ടാക്കാൻ എന്തൊക്കെ വേണ്ടത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി ആദ്യം എടുത്തിട്ടുള്ളത് ഒരു ഉള്ളി, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, കറിവേപ്പില. ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ഫിഷിനനുസരിച്ച് കൂട്ടാവുന്നതും കുറക്കാവുന്നതാണ്. ഞാൻ അതിൻ്റെ കൂടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ആദ്യമേ മിക്സിയിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് അരച്ച് വെച്ചതാണ്. മലബാർ സൈഡ് ഫിഷ് കറിയിൽ കൂടുതലായും വാളംപൊടിയാണ് യൂസ് ചെയ്യാം. ഞാൻ കുറച്ച് പുളിയിൽ വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ള ഫിഷ് എടുക്കാം. ഞാനിവിടെ നെത്തലി ഫിഷാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഫിഷ് കറിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫിഷ് കറിക്ക് വേണ്ടി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കട്ട് ചെയ്യാം. ഞാനിവിടെ തക്കാളി, ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തു. പച്ചമുളക് 2 ഭാഗമായിട്ട് മുറിക്കുകയാണ് ചെയ്തത്. കറിവേപ്പില ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാണ്. ഇനി നമുക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഒരു ചട്ടിയാണ് ഞാൻ എടുക്കുന്നത്. ഫിഷ് കറി ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് മൺചട്ടി തന്നെയാണ്. ഇനി ഞാൻ അതൊന്ന് ചൂടായി വരുമ്പം അതിലോട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിക്കുന്നത്. ഫിഷ് കറിക്ക് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടാക്കാം. ഇത് ഞാൻ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിൽ തന്നെ അതേ സ്പൂണിൽ 1 സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് പൊട്ടി വരണം. അതൊരു നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചിയാണ് അതിലോട്ടേക്ക് ഇടുന്നത്. ഇഞ്ചി ഇട്ട് അപ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് പച്ചമുളകും ഇടാം. പച്ചമുളക് ഇട്ട് ഞാൻ അതിലോട്ട് വെളുത്തുള്ളി കൂടി ഇപ്പം തന്നെയാണ് ഇടുന്നത്. ഇനി നമുക്ക് അതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അത് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ആ എണ്ണയിൽ കിടന്നതൊന്ന് ബ്രൗൺ കളർ ആകണം. ആ ബ്രൗൺ കളർ ആയി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടി അതിലിട്ട് കൊടുക്കാം. ഇതിൽ സവാളക്ക് പകരം ചെറിയ ഉള്ളി ഇടുവാണെങ്കിൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെയും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ അങ്ങനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിതിൽ ഉപ്പിടുന്നില്ല. ഇപ്പം ഞാൻ ഓൾറെഡി തേങ്ങയിൽ ഉപ്പിട്ടിട്ടാണ് അരച്ച് വെച്ചത്. നിങ്ങൾക്ക് തേങ്ങ അരക്കുമ്പം തന്നെ അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ജീരകം ഇട്ട് അരക്കുവാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. ഞാനിത് എല്ലാറ്റിനും കൂടിയിട്ട് തേങ്ങ അരച്ച് വെക്കുന്നത് കൊണ്ടാണ് ഇതൊന്നും അതിലിടാത്തത്. ഇതിപ്പം നല്ല രീതിയിൽ വയന്നു വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ ഒരു കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് തക്കാളി ഇടാം. ഇതിപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇതിലോട്ടേക്ക് ഇടുകയാണ്. തക്കാളി ഇട്ടതിന് ശേഷം ഇത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഏകദേശം തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഞാനിപ്പം ഫയർ നല്ല രീതിയിൽ കൂട്ടി വെച്ചിട്ടാണുള്ളത്. തക്കാളി ഇട്ടതിന് ശേഷം അതുവരെ നമുക്ക് ഫയർ കുറച്ച് വെക്കാം. തക്കാളി ഏകദേശം നല്ല രീതിയിൽ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നേരത്തെ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. നിങ്ങൾ ഈ സമയത്ത് തേങ്ങ ചേർക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങയിൽ പെരുംജീരകവും ഇഞ്ചിയും വെളുത്തുള്ളി ഇടുവാണെങ്കിൽ കൂടുതൽ നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ തേങ്ങ കുറച്ച് അരക്കുമ്പോൾ ലൂസാക്കിയിട്ട് അരക്കാം. ഇത് ഞാൻ ഗ്രൈൻഡറിൽ അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കട്ടിയിൽ കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ ഫിഷ് കറിക്ക് മാത്രമല്ല എല്ലാറ്റിനും വേണ്ടി ഇപ്പം പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ പോലും ഞാൻ ഈ തേങ്ങയാണ് യൂസ് ചെയ്യാറ്. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളി നല്ല രീതിയിൽ പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം മാത്രം ഇതിലോട്ടേക്ക് ഒഴിക്കാം. അതിനുശേഷം ഞാൻ ഇതിലോട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. നന്നായിട്ട് മുളക് പൊടി ആ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ചെക്ക് ചെയ്തിട്ട് ഞാൻ അവസാനമാണ് ഒഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഇനി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അഥവാ വെള്ളം കൂടിപ്പോയാൽ ഇച്ചിരി കൂടി തേങ്ങയിട്ട് അതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇനി ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇനി ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില അതേപോലെ എടുത്ത് അതിൽ വെക്കുകയാണ്. കാരണം ഞാനത് ഓരോന്നായിട്ട് ഇടുന്നില്ല. കാരണം ഓരോ ഇലയാകുമ്പോൾ നമുക്ക് അത് എടുത്ത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ആ അല്ലി തന്നെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതിയല്ലോ. ഇനി ഞാൻ അതിലോട്ട് ഫിഷ് ഇടാണ്. കറി ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം ഫിഷ് ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫിഷ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതാണ്. നിങ്ങൾ ഈ കറി ഉണ്ടാക്കുമ്പോൾ തീർച്ചയായും
വാളംപുളി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുടംപുളി വെച്ച് ഉണ്ടാക്കരുത്. കുടംപുളി വെച്ച് ഉണ്ടാക്കുമ്പോൾ ഈ ടേസ്റ്റ് കിട്ടില്ല, അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ നെത്തലിന് പകരം നിങ്ങൾക്ക് മത്തി വെച്ചിട്ടും അയില വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ ആയിരിക്കും. മത്തീൻ്റെ അയിലേൻ്റെ ഒക്കെ ഫ്ലേവർ വേറെ തന്നെയാണല്ലോ. ഈ സമയം ഇത് തിളക്കുന്ന ടൈം നിങ്ങൾക്ക് ഇതിൽ പുളി കുറവാണെങ്കിൽ പുളി കുറച്ച് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. എരിവും ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേറെ പണിയൊന്നുമില്ല. ഇനി നമുക്ക് ഇത് വേറൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഈസി റെസിപ്പിക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, ബൈ.